ഇനി ആരും ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്യാൻ അക്ഷയ സെൻറ്ററിൽ ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ല. അപ്പം അതിന് വേണ്ടിയിട്ട് മൊബൈലിൽ നമ്മൾ ഈ പുഫിൻ എന്നുള്ളൊരു സോഫ്റ്റ്വെയർ മാത്രം ഇൻസ്റ്റാൾ ആക്കിയാൽ മതി. പുഫിന് ഓണാക്കി കൊടുക്കുക. പുഫിന് ഓപ്പൺ ആക്കിയതിന് ശേഷം ഇതിൽ ഗൂഗിൾ എന്നുള്ളൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഈ ഗൂഗിൾ സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് തുളസി PSC എന്ന് അടിച്ച് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. തുളസി PSC എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം അവിടെ അടിയിൽ വന്നിട്ടുണ്ട്, സെലക്ട് ചെയ്ത് കൊടുക്കാം. മേലെ വന്നിട്ട് tulasi.psc.kerala.gov.in government.in എന്നുള്ളൊരു ഓപ്ഷൻ ഇത് വന്നിട്ടുണ്ട്, ലിങ്ക് വന്നിട്ടുണ്ട്, അതിൽ കയറാം. വൺ ടൈം പ്രൊഫൈൽ ഓപ്പൺ ആക്കിയപ്പോൾ തന്നെ യൂസർ ഐഡിയും പാസ്വേഡും ഓൾറെഡി ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ചെയ്യേണ്ടത് ഈ ആക്സസ് കോഡ് അതേപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ലോഗിൻ കൊടുത്തു. അപ്പോൾ അതിൽ നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ട്, സെലക്ട് ചെയ്യാം. നോട്ടിഫിക്കേഷനിൽ 1 മുതൽ 10 വരെ ഒരുപാട് കാറ്റഗറിയിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഓരോന്നും സെർച്ച് ചെയ്തിട്ട് നിങ്ങൾ നോക്കാം. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം, കാണിച്ചു തരാം. ഒന്നാമത്തെ സെലക്ട് ചെയ്തു. അതിൽ ലോവർ ഡിവിഷൻ ടൈപ്പിസ്റ്റ് 481/2022 എന്നുള്ളൊരു കാറ്റഗറിയാണ് വന്നിട്ടുള്ളത്. അത് നമ്മൾ ചെക്ക് എലിജിബിലിറ്റി കൊടുത്തു നോക്കാം. അപ്പോൾ എനിക്ക് ഈ ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്യാൻ പറ്റില്ല, അപ്പോൾ ഞാൻ ബാക്ക് അടിച്ചു. ഇനി രണ്ടാമത്തെ കാറ്റഗറി എടുത്തു. രണ്ടാമത്തെ കാറ്റഗറിയിൽ ഞാനിവിടെ 493/2022 കൂലി വർക്കർ, ഓക്കെ, അത് സെലക്ട് ചെയ്തു. ആ ജോലിക്ക് വേണ്ടി എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അപ്ലൈ എന്നാവുന്ന ഇവിടെ ഓപ്ഷൻ വന്നിട്ടുണ്ട്, ക്ലിക്ക് ചെയ്തു. അപ്ലൈ യൂസിങ് ദിസ് ക്വാളിഫിക്കേഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഇവിടെ 2 ഓപ്ഷൻ വന്നിട്ടുണ്ട്. നെയിം ആസ് സീൻ ഇൻ യുവർ ഫോട്ടോഗ്രാഫ്. ഈ ഫോട്ടോഗ്രാഫിലുള്ള അതേപോലത്തെ പേര് തന്നെ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഫോട്ടോഗ്രാഫിൽ എന്താ പേരുള്ളത് ആ പേര് തന്നെ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫിൽ എന്ത് ഡേറ്റാണ് കൊടുത്തിരിക്കുന്നത് ആ ഡേറ്റും അതേപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ഹിയർ ബൈ ഡിക്ലെയർ ദാറ്റ് എന്നിട്ട് 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്, ഒക്കെ ടിക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ക്ലിക്ക് ചെയ്തു. നെക്സ്റ്റ് കൊടുക്കാം. നെക്സ്റ്റ് കൊടുത്തതിന് ശേഷം ഇവിടെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, ആർ യു ക്വാളിഫൈഡ് ഫോർ ദിസ് പോസ്റ്റ് ആസ് പെർ നോട്ടിഫിക്കേഷൻ എന്നിട്ടൊരു സെക്ഷൻ വന്നിട്ടുണ്ട്. നമ്മൾ ക്വാളിഫൈ ആണെന്ന് ചോദിച്ചിരിക്കുന്നത്, അപ്പോൾ യെസ് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഒരു കമൻറ്റ് ബോക്സ് വന്നിട്ടുണ്ട്. ആ കമൻറ്റ് ബോക്സ് ഓക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ഓക്കെ കൊടുത്താൽ പോവില്ല. അതിന് ഈ ആപ്പിൻ്റെ ഏറ്റവും ടോപ്പ് റൈറ്റ് സൈഡിൽ ഒരു 3 ഡോട്ട്സ് കാണാം. ആ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ മൗസ് എന്നുള്ളത് സെലക്ട് ചെയ്യാം. അപ്പം മൗസിൻ്റെ പോയിൻ്റ് ഓക്കെയിൽ കൊടുത്തിട്ട് അവിടെ പ്രസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അത് പോയി. ഇനി നമ്മൾ ഡിസ്ട്രിക്റ്റ് ഇത് സെലക്ട് ചെയ്യുക. അടിയിലുണ്ട് പ്രിഫേർഡ് ഡിസ്ട്രിക്ട് ആൻഡ് താലൂക്ക് ഫോർ റൈറ്റിംഗ് എക്സാമിനേഷൻ എന്നുള്ളൊരു കോളം വന്നിട്ടുണ്ട്. അതിൽ എവിടെയാണ് എക്സാം എഴുതണമെന്നാണ് ചോദിക്കുന്നത്. ഞാൻ മലപ്പുറം ജില്ലയിലായ കാരണം മലപ്പുറം സെലക്ട് ചെയ്തു. താലൂക്ക് പൊന്നാനിയാണ്, പൊന്നാനി സെലക്ട് ചെയ്തു. എൻ്റെ താലൂക്ക് പൊന്നാനിയായ കാരണം എനിക്ക് എക്സാം എഴുതാൻ സിമ്പിൾ അവിടെയാണ്, അതുകൊണ്ട് അത് സെലക്ട് ചെയ്തു. വീണ്ടും കമൻറ്റ് ബോക്സ് വന്നു. അപ്പോൾ ഈ മൗസിൻ്റെ പോയിൻ്റ് ഓക്കെയിൽ കൊടുത്തിട്ട് ഓക്കെയിൽ പ്രസ് ചെയ്യുക. ഓക്കെ, അത് പോയി. സർട്ടിഫൈ ദാറ്റ് ദി അബവ് ഡീറ്റെയിൽസ് ആർ കറക്റ്റ് ആൻഡ് ട്രൂ ദി ബെസ്റ്റ് ഓഫ് മൈ നോളജ് ആൻഡ് ബിലീഫ് എന്ന് പറഞ്ഞിട്ടൊരു ഇത് വന്ന് ഡിക്ലെയർ ചെയ്യാൻ വേണ്ടിയിട്ട് അത് നമ്മൾ ടിക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് പ്രിവ്യൂ അപ്ലിക്കേഷൻസ് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു ഗ്രീൻ കളറിൽ ആ പേജ് വന്നിട്ടുണ്ട്. ഓക്കെ, വീണ്ടും ടിക്ക് ചെയ്ത് കൊടുക്കുക. സർട്ടിഫൈ ദാറ്റ് അബവ് ഡീറ്റെയിൽസ് ആർ കറക്റ്റ് ആൻഡ് ട്രൂ
ബെസ്റ്റ് ഓഫ് മൈ നോളജ് ആൻഡ് ബിലീഫ് എന്നുണ്ട് ഇങ്ങനെ ഒരു വീണ്ടും വന്നിട്ടുണ്ട്. അത് നമ്മളിത് ഒന്നുകൂടി വായിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഗ്രീൻ കളറിൽ വീണ്ടും കാണിച്ചിട്ടുള്ളത്. ഒക്കെ വായിച്ചു കൊടുക്കുക, നമ്മൾ കൊടുത്ത അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ചു കൊടുക്കുക, ശരിയാണോ എല്ലാം ഒന്ന് വായിച്ചതിന് ശേഷം നമ്മൾ എന്താക്കാം, ഈ ഡിക്ലറേഷൻ ടിക്ക് ചെയ്ത് കൊടുത്തിട്ട് സബ്മിറ്റ് ആപ്ലിക്കേഷൻ കൊടുക്കുക. ഓക്കെ, പിന്നെ ആപ്ലിക്കേഷൻ ഇവിടെ സബ്മിറ്റ് ആയി. ഏറ്റവും ടോപ്പിലാണ് കിടക്കുന്നത് 493/2022 എന്നുള്ള ഈ ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്ത് അവിടെ അപ്രൂവ് ആയിട്ടുണ്ട്. ദിസ് ആപ്ലിക്കേഷൻ ആസ് സബ്മിറ്റഡ് എന്ന് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ആരോ മാർക്ക് വീണ്ടും ഇതിൽ കൊടുത്തിട്ട് ഓക്കെ എന്ന് കൊടുക്കാം. ഓക്കെ, ഇത്ര സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലിരുന്ന് തന്നെ വൺ ടൈം പ്രൊഫൈലുമായിട്ട് ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി അപേക്ഷിക്കാൻ കഴിയും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കരുത്.